Let's be seated for a few minutes. അല്പസമയം നമുക്ക് നിവർന്നിരിക്കാം. I would like to share some things from the Word of God. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And after that we'll wait upon the Lord for a mighty infilling. അതിനുശേഷം ഒരു അത്യന്ത അഭിഷേകത്തിനായി ദൈവത്തിൽ നമ്മൾ കാത്തിരിക്കും. I want to speak some important things to you, so please listen very carefully. വളരെ പ്രാധാന്യമേറിയ ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. I expected only about 100-200 youngsters. So many 700 of you. I'm so happy to see you all. ഞാൻ 100-200 പേരെ യൗവനക്കാരെയാണ് പ്രതീക്ഷിച്ചെന്നാൽ 700ഓളം യൗവനക്കാർ ഇവിടെ കൂടി വന്നിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. Let's read a verse, Jeremiah 45, and read verse 5. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യം വായിക്കും. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്, ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. And seekest thou great things for thyself? Seek them not, for behold, I will bring evil upon all flesh, saith the Lord. But thy life will I give unto thee for a prey in all places whither thou goest. We all like to be great. നമ്മളെല്ലാവരും വലിയരാവാൻ ആഗ്രഹിക്കുന്നു. And if we become great, we also come and testify about it. അങ്ങനെ ഏതെങ്കിലും വലിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ സാക്ഷ്യമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. So, but this verse says, evil is going to come upon the earth. So if you're going to seek great things in this world, don't do that. വലിയൊരു നാശം ലോകത്തിലേക്ക് വന്നു ഭവിപ്പാൻ പോവുകയാണ്. അങ്ങനെ വലിയ നേട്ടങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. I'm going to ask you a question now. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. How many of you know that Jesus is coming very soon? യേശു എത്രയും വേഗത്തിൽ വരുന്നു എന്ന് നിങ്ങൾ എത്ര പേർ അറിഞ്ഞിരിക്കുന്നു? Everybody is saying Jesus is coming soon. യേശു എത്രയും വേഗം വരുന്നു എന്ന് എല്ലാവരും പറയുന്നു. But I want to ask you, എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ how ആഗ്രഹിക്കുന്നത്, many of you will agree that Jesus is coming very, very, very soon? യേശു എത്രയും വേഗത്തിൽ വരുവാൻ പോകുന്നു എന്ന് നിങ്ങൾ എത്ര പേർ അംഗീകരിക്കുന്നു? Not just soon, he's going to come very, very, very soon. വേഗത്തിലല്ല, വളരെ വളരെ വേഗത്തിൽ അവൻ വരുവാൻ പോവുകയാണ്. Those who say yes, put up your hands. ശരി എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. But the problem is, എന്നാൽ പ്രശ്നം എന്തെന്നാൽ there's a big gap between theory and practice. എന്നാൽ തിയറിയും അതിന്റെ പ്രായോഗിക വശവും തമ്മിൽ വളരെ അന്തരമുണ്ട്. Mentally we all agree that Jesus is coming soon, but the way we live is like there's long time to go. മാനസികമായി നമ്മൾ യേശു എത്രയും വേഗം വരുന്നു എന്ന് സമ്മതിക്കുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. We are living as though there is plenty of time. നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നത് ഇനി നമ്മുടെ മുൻപിൽ അധിക നാളുകളുണ്ടെന്നുള്ള കണക്കുകൂട്ടലിലാണ്. You know why it's like that? അതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? Mentally we know that Jesus is coming soon, but when we live, we are living as though there's long time. Why? അതെ, യേശു വരുന്നു എന്നുള്ള അറിവ് നമുക്കുണ്ട്, എന്നാൽ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത് മുൻപിൽ അനേക സമയങ്ങളുണ്ടെന്നുള്ള വിധത്തിലാണ്. I'll give you 3 reasons. അതിന് 3 കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. We all know the tiger story. We all learned that in school. നിങ്ങൾ ഒരുപക്ഷേ കടുവയുടെ കഥ സ്കൂളിൽ പഠിച്ചിരിക്കാം. One boy who was looking after the farm, looking after the sheep. They said, the men in the village said, if any tiger comes, please warn us and shout, we'll come and help you. അതെ, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ബാലനോട് ആ ദേശനിവാസികൾ പറഞ്ഞു, ഏതെങ്കിലും സന്ദർഭത്തിൽ പുലി വരുന്നുവെങ്കിൽ പുലി വരുന്നേ എന്ന് നീ ഉറക്കെ വിളിക്കണമെന്ന്. So he played the fool and he fooled everybody. He said, tiger, and everybody came. There was no tiger and he laughed. എന്നാൽ അവരെയൊക്കെയും അവൻ കളിപ്പിക്കുവാനായി പുലി വരുന്നേ എന്ന് പല സന്ദർഭങ്ങളിൽ അവൻ നിലവിളിച്ചു. അവർ ഓടി വന്നു, അവർ വഞ്ചിക്കപ്പെട്ടു. Again after a few days he did the same thing and again they were deceived. വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അതങ്ങനെ ആവർത്തിച്ചു, അവർ വീണ്ടും വഞ്ചിക്കപ്പെട്ടു. Third time really tiger came. 3ാമത്തെ പ്രാവശ്യം വാസ്തവമായി പുലി വന്നു. This time he called tiger, nobody came because they എന്നാൽ വാസ്തവത്തിൽ പുലി വന്നപ്പോൾ പുലി വരുന്നേ എന്നവൻ നിലവിളിച്ചു, എന്നാൽ ആരും അവന്റെ സഹായത്തിനായി ഓടി വന്നില്ല. Just like that. അങ്ങനെ തന്നെ For so many years, in every testimony, in every song, in every sermon, Jesus is coming soon, Jesus is coming soon, Jesus is coming soon, Jesus is not coming.
അതെ, അപ്രകാരം ഓരോ സാക്ഷ്യത്തിലും പ്രസംഗങ്ങളിലും കൂട്ടങ്ങളിലും ഒക്കെ യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നയോളം യേശു വന്നിട്ടില്ല. So this Jesus is coming soon has become a cliche. That means it's a sentence repeated so often it doesn't make sense anymore. അതെ, ഇങ്ങനെ യേശു വേഗം വരുന്നു എന്നുള്ള വാക്ക് വീണ്ടും ആവർത്തിക്കുന്നതിനാൽ അതിന് വലിയ അർത്ഥമുള്ളതായി പലർക്കും കാണപ്പെടുന്നില്ല. So what happens is if anybody says Jesus is coming soon, it doesn't get into the head, it just goes above the head. അതെ, ആയതിനാൽ ആരെങ്കിലും യേശു വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഗ്രഹിപ്പാൻ കഴിയാതെ അത് ആരും സ്വീകരിക്കാതെ അതിനെ അവർ മറുതലിക്കുകയാണ്. So that's one reason why mentally we know Jesus is coming soon, but then there's no fear about it. അതെ, യേശു വേഗത്തിൽ വരുന്നുള്ള അറിവ് നമ്മുടെ മനസ്സിലുണ്ട്, എന്നാൽ അതിനെക്കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലില്ല. This is the first reason why we are not living like Jesus is coming. This is the first reason. ഇതാ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്, രണ്ടാമത്തെ കാരണം. അതായത് first reason. This is the first reason why we are saying Jesus is we are delaying, we are living as though Jesus is not coming soon. അതെ, നമ്മൾ ജീവിക്കുന്നത് യേശു അധിക വേഗത്തിൽ വരുന്നു എന്നുള്ള രീതിയിലല്ലാത്തതാണ് ഒന്നാമത്തെ കാരണം. The second reason, രണ്ടാമത്തെ കാരണം, inside each one of us നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ there are some lusts hidden. ചില ഇച്ഛകൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. That lust will try to prevent that truth from saying, if there's someone says Jesus is coming, this lust will say, no, don't agree to that, that's not right. അതെ, ഇപ്രകാരം ചില മോഹങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് യേശു വരുന്നു എന്നുള്ളത് കേട്ടാലും അത് അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. See, for example, in the Bible it's written, yet a little while and he that shall come will come and will not tarry. There's a verse like that. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞു, ഇനി അല്പം കഴിയും, സമയത്തുള്ളിൽ വരുവാൻ ഉള്ളവൻ വരും, ഇനിയും താമസിക്കുകയില്ല. So read that verse, Hebrews chapter 10 and verse 37 or 38. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാം വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. For yet a little while, and he that shall come will come and will not tarry. Only little while. Jesus is going to come. He will not delay. ഇനിയും അല്പകാലം മാത്രം, അവൻ താമസിക്കുകയില്ല, അവൻ വേഗം വരും. But Kerala youths are very brainy youths. എന്നാൽ കേരളത്തിലെ യൗവനക്കാർ വളരെ അലസരായി കാണപ്പെടുകയാണ്. What will their brain say? അവരുടെ തലച്ചോറ്, അവരുടെ ജ്ഞാനം എന്താണ് പറയുന്നത്? This verse was written 2000 years ago. അതെ, ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. 2000 years ago, yet a little while Jesus will come, he will not tarry. Now 2000 years have passed, still he has not come. അതെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ഇനി അല്പകാലത്തിനുള്ളിൽ യേശു വരുമെന്ന് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് ശേഷവും അത് സംഭവിച്ചിട്ടില്ലല്ലോ. So you can keep on quoting this verse, a little more time will come. അതുകൊണ്ട് വീണ്ടും ഈ വചനം നമുക്ക് ഉദ്ധരിക്കാം. ഇനിയും നമ്മുടെ മുൻപിൽ ഇതുപോലെ സമയമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണ്. One day I told one young girl, Jesus is coming very soon. ഒരിക്കൽ ഒരു യൗവനക്കാരിയെ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, യേശു വേഗത്തിൽ വരുവാൻ പോവുകയാണ്. Many people, I've told many people. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. Then the immediate reaction is, every time that's what you people keep saying. അതെ, അതിന്റെ ഉടനെയുള്ള പ്രതികരണം, അനേക നാളുകളായി മനുഷ്യർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. I even said, see, the way things are happening, within 5 years Jesus is going to come. ഞാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ട്, ലോകത്തിൽ പല സംഭവങ്ങൾ നടക്കുന്നു, 5 വർഷത്തിനുള്ളിൽ യേശു വരും. This is what you're always saying. ഇത് തന്നെയാണല്ലോ നിങ്ങൾ എപ്പോഴും പറയുന്നത്. So I asked, so what do you feel Jesus won't come within 5 years? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ 5 വർഷത്തിനുള്ളിൽ യേശു വരികയില്ലേ? No, he won't come. ഇല്ല, അവൻ വരികയില്ല എന്നവർ മറുപടി പറഞ്ഞു. Okay, then what do you feel? After how many years do you think he'll come? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എത്ര വർഷങ്ങൾക്കുള്ളിൽ അവൻ വരും? Maybe about 30 years. ഒരുപക്ഷെ ഒരു 30 വർഷത്തിന് ശേഷമായിരിക്കും വന്നേക്കാം. You know why the 30 years? എന്തിനാണ് ഈ 30 വർഷം എന്നവർ പറയുന്നത് എന്നറിയുമോ? Not because they made some big Bible calculations. അത് ബൈബിൾ പ്രകാരമുള്ള ഒരു കണക്കൂട്ടൽ കൊണ്ടല്ല അവരത് പറയുന്നത്. Because after 30 years they'll be 50 years old. After that they would have lived life. Now they can sit in the presence of God and go to all the meetings like mom and dad. They finished enjoying life, that's why. അതങ്ങനെ പറയുന്നതിന്റെ കാരണം 30 വർഷത്തിനുള്ളിൽ അവർക്ക് 50 വയസ്സ് തികയും. പിന്നെ മാതാപിതാക്കളെ പോലെ ദൈവസ്ഥനിൽ പോകുവാനും കൂട്ടങ്ങളെല്ലാം കൂടി ആത്മീയരായി ജീവിക്കാം എന്നുള്ള സങ്കല്പമാണ്. That's called lust. അതാണ് മോഹം എന്ന് പറയുന്നത്. They need 30 years to finish that lust. ആ മോഹത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് നീക്കുവാൻ അവർക്ക് 30 വർഷം ആവശ്യമായിരിക്കുന്നു. See, it's in the Bible. അതെ, ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. 2 Peter 3 and 4. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? See, there are some people asking questions. Where is his promise of his coming? അതെ, ഇവിടെ ചില മനുഷ്യർ ചോദ്യം ചോദിക്കുകയാണ്, അവൻ വരുമെന്നുള്ള വാഗ്ദത്തം എവിടെ? Then പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ്, it's always been the same. What's so different about today?
അതെ, ഇപ്പോഴും ആ പഴയ അനുഭവം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ മറ്റു വ്യത്യാസം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അവർ പറയുന്നു. Who is saying this? ഇത് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? Read on. വീണ്ടും വായിച്ചാട്ടെ. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്നും വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേൻ. Who? They're not scoffers. What scoffers? Scoffers walking according to their own lusts. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. സാധാരണ പരിഹാസികളല്ല ഇവർ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. So suppose you are in love. Suppose you have a boyfriend or a girlfriend and you want to get married. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, And I am preaching, Jesus is coming soon. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ പ്രസംഗിക്കുകയാണ്, യേശു എത്രയും വേഗം വരുവാൻ പോകുന്നു. So that sin inside will resist that. Oh, who said he won't come? No, I am still to get married. Let me finish. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ പാപം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ആര് പറഞ്ഞു യേശു എത്രയും പെട്ടെന്ന് വരുമെന്നോ? ഇല്ല, അതിനു മുൻപ് എനിക്ക് വിവാഹം കഴിക്കണം. So this lust inside will argue with the truth. നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്രകാരമുള്ള മോഹം സത്യത്തോട് വാദിക്കുവാനിടയായിത്തീരും. So you will say, no, that's what they are saying. He'll come only after 15-20 years. അതെ, അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഒരു 15-20 വർഷത്തിന് ശേഷമേ യേശു വരികയുള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ അത് വാദിക്കും. So this is the second reason why we live as though Jesus won't come. ഇതാണ് യേശു വരുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം. There's a third reason why we live as though Jesus won't come. എന്നാൽ മൂന്നാമത്തെ കാരണം യേശു വരുമെന്നുള്ളത് ഒത്തോണം നമുക്ക് ജീവിപ്പാൻ കഴിയാത്തത്, there are so many lusts within us. നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള മോഹങ്ങളുണ്ട്. And there are so many things in this world that will satisfy our lust. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ വിധത്തിലുള്ള മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പല വിഷയങ്ങൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. In one word, in English, it's called materialism. That means all the matter, the things that are available in this world. All that is available in this world will satisfy your lust. അതെ, ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയുന്ന ഓരോ അനുഭവങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ആ മോഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. You just take your mobile phone. നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ എടുത്തുകൊണ്ടാട്ടെ. If the models keep changing all the time. മൊബൈൽ ഫോണിന്റെ മോഡലുകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. After 2 years, even if your mobile phone is working in full condition, you won't want it, because if you have it, somebody else has got a latest one. You are outdated now if you have it. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒരു 2 വർഷത്തിന് ശേഷം നിങ്ങൾക്കത് ആവശ്യമില്ല. കാരണം നന്നായി അത് പ്രവർത്തിക്കുന്നുവെങ്കിലും മറ്റുള്ളവർ ഇതിലും പുതിയ മോഡലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനേക്കാളും മെച്ചമായതൊന്ന് മേടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. So there's something in this world that is always there available, new models that will satisfy you and keep you engaged in this world. കാരണം എന്തെന്നാൽ ലോകത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള മോഹത്തെ തൃപ്തിപ്പെടുത്തുന്ന പുതിയ തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. So even if I preach Jesus is coming very soon, അതെ, യേശു വേഗത്തിൽ വരുന്നു ഞാൻ പ്രസംഗിച്ചാലും 2 days, 3 days you'll be scared. 2-3 ദിവസത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഭയം കാണും. After that, അതിനുശേഷം when you read that advertisement, മറ്റ് ആ പരസ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ, when you look at that movie, ആ സിനിമ നിങ്ങൾ കാണുമ്പോൾ, or when you talk to that particular boy or girl, ആ പ്രത്യേക ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ, or when you go to that particular place and ആ പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ, slowly all that fear will fade away and you're normal once again, your normal old sinful self. അങ്ങനെ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ഭയം നിങ്ങളിൽ ക്രമേണ നഷ്ടമാവുകയും പഴയ പാപ പ്രകൃതത്തിലേക്ക് നിങ്ങൾ പിന്തിരിയുവാൻ ഇടയായിത്തീരും. But this verse is warning us, if you're going to look for great things in this world, you're going to be deceived. എന്നാൽ ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു, ലോകത്തിലെ വലിയ കാര്യങ്ങൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിതരായിത്തീരും. If I'm right, it was in the year 1998. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1998 In the UN Assembly, UNO, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ they brought out a book. അവർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. It's called Agenda 21. 21ാമത്തെ അജണ്ട എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 21 means agenda for the 21st century, the plan for the 21st century. അതിൽ അടങ്ങിയിരിക്കുന്ന 21ാം നൂറ്റാണ്ടിലേക്കുള്ള പദ്ധതികളായിരുന്നു. What is that, you know? അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? It's a plan on how to take control of the world. ഈ ലോകത്തിന്റെ മേൽ എപ്രകാരം നിയന്ത്രണം കൈവരിക്കാമെന്നുള്ള പദ്ധതികളായിരുന്നു. Laws are going to change. നിയമങ്ങൾ മാറ്റപ്പെടുവാൻ പോവുകയാണ്. Strictness is going to increase. നിയമകർശനങ്ങൾ വർദ്ധിക്കുവാൻ പോവുകയാണ്. What they will do, they are doing for in the name of security. Only then we'll be safe, they will say. അവർ ചെയ്യുന്നതും അവർ അനുശാസിക നിയമങ്ങളും എല്ലാം സുരക്ഷിതതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ സുരക്ഷിതരാവുകയുള്ളൂ എന്ന് അവർ വാദിക്കുന്നു. Now suppose I want to control all of you. എനിക്ക് നിങ്ങളെ എല്ലാവരെയും നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ കരുതുക. I can easily do it. You know how? എനിക്കത് നിഷ്പ്രയാസം കഴിയും. എങ്ങനെയെന്നറിയുമോ? I will call one boy. നിങ്ങളൊരു വ്യക്തിയെ ഞാൻ വിളിക്കും. See, when I'm not watching, you come and take this keyboard and go.
അതെ, ഞാൻ നോക്കാതിരിക്കുന്ന സമയത്ത് നീ വന്ന് ഈ കീബോർഡ് എടുത്തുകൊണ്ട് പോകണം. Not keyboard, say some small article, say my mobile phone and go. അല്ല, കീബോർഡ് അല്ല, അതിലും ചെറിയ ഒരു വസ്തു, എന്റെ മൊബൈൽ ഫോൺ നീ എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ ആ വ്യക്തിയോട് പറയും. And so after some time, hey, my mobile phone is missing. എന്റെ മൊബൈൽ ഫോൺ നഷ്ടമായിരിക്കുന്നു എന്ന് ഞാൻ പറയും. Who's that? അതാരാണ് എടുത്തത്? All of you don't escape. ആരും പുറത്തു പോകാൻ പാടില്ല. So I'll cordon down all of you. I'll put all of you inside this, block all of you from going out. ഈ പന്തലിൽ നിന്ന് പുറത്തു പോകാതെ വണ്ണം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിനുള്ളിലാക്കും. I'll appoint 10 people, check everybody as they leave, one by 10 one. പേരെ നിയമിച്ച് എല്ലാവരെയും പരിശോധിക്കുവാൻ ഞാൻ ആവശ്യപ്പെടും. So now I put you all under my control. Every one of you is going to be checked. ഇപ്പോൾ എല്ലാവരും എന്റെ നിയന്ത്രണത്തിലാണ്. കാരണം നിങ്ങൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നുണ്ട്. നിങ്ങളെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. In the same way, by giving you all ID cards and chips, ആ വിധത്തിൽ തന്നെ നിങ്ങൾക്ക് ID കാർഡുകളും ചിപ്പുകളും നൽകി, they are acting as though they want your safety, but they want to control you. എന്നാൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുവാനാണെന്നുള്ള വ്യാജേനെ നിങ്ങളെ അവർ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. This is Agenda 21. ഇതാണ് 21ാമത്തെ അജണ്ട. In America, അമേരിക്കയിൽ there are 800 prison camps. 800ഓളം ജയിലുകൾ നമുക്ക് കാണുവാൻ കഴിയും. New prison camps, not the usual occupied ones. There are already many prison camps, new prison camps. നിലവിൽ കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന തടവറകളല്ല, പുതിയതായി 800 തടവറകൾ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. Fully furnished with security staff, with rooms, everything is ready. എല്ലാ തരത്തിലുള്ള സുരക്ഷിത ഉദ്യോഗസ്ഥരെ കൊണ്ടും മറ്റ് സൗകര്യങ്ങൾ കൊണ്ടും അവ പണിയപ്പെട്ടിരിക്കുകയാണ്. But not one prisoner. എന്നാൽ അതിൽ ഒരു കുറ്റവാളി പോലുമില്ല. For whom is it? അത് ആർക്കു വേണ്ടി പണിത് കഴിപ്പിച്ചിരിക്കുന്നു? Not only that, അതുമാത്രമല്ല, lakhs and lakhs of coffins have been made ready. ലക്ഷക്കണക്കിന് ശവപ്പെട്ടികൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. For whom is that? അത് ആർക്കു വേണ്ടിയാണ്? Not only that, they have bought 30,000 guillotines, head cutting machines. അതുകൂടാതെ 30,000 ശിരച്ഛേദനം ചെയ്യുന്ന ഉപകരണങ്ങൾ അവർ വാങ്ങിവെച്ചിരിക്കുകയാണ്. What for? ഇവയെല്ലാം എന്തിനു വേണ്ടി? Government is not giving proper answers for this. ഇവയൊക്കെയും മതിയായ ഉത്തരം ഭരണകൂടങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നില്ല. One thing is sure, very soon something terrible is going to happen. ഒരു കാര്യം സ്പഷ്ടമാണ്, താമസമന്യേ ഭയാനകമായ പലതും ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. It will start in America and spread across the whole world very quickly. അത് അമേരിക്കയിൽ ആരംഭിച്ച് മുഴുവൻ ലോകത്തിലും അത് പടരുവാൻ പോവുകയാണ്. That's why I'm trying to tell you, this world is going to fall into the hands of a few wicked people. അതെ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ചില ദുഷ്ടന്മാരായ മനുഷ്യരുടെ കരങ്ങളിലേക്ക് ഈ ലോകം ചെന്ന് ഭവിക്കാൻ പോവുകയാണ്. So if you're going to think that you can study and become great, and then you think of your marriage and you're going abroad and earn some money, buy a big car and buy a big house, if this is the direction in which your mind is traveling, you're going to be deceived. അതെ, ഞാൻ നന്നായി പഠിക്കും, അതിനുശേഷം ഒരു വിവാഹം കഴിച്ച് നല്ല ജോലിയൊക്കെ നേടുവാൻ ഞാൻ വിദേശങ്ങളിലേക്ക് പോയി ഉന്നത സ്ഥാനങ്ങളൊക്കെ ഞാൻ കൈവരിക്കുമെന്നുള്ള ഉദ്ദേശം, ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. Once more I'm telling you, what I'm going to tell you, I'm telling you because I have a burden in my heart and because I love you. I'm not trying to criticize you. എന്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു ഭാരവും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാനിത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. You take 30-40 years ago, 30-40 വർഷങ്ങൾക്ക് പിൻപുള്ള കാലങ്ങളൊന്നും നിങ്ങൾ നോക്കിയാട്ടെ. Kerala was full of sacrificial people. ത്യാഗികളായ അനേക വ്യക്തികൾ കേരളത്തിലുണ്ടായിരുന്നു. If you look amongst the Roman Catholic nuns and amongst the our Pentecostal church, those who gave their lives were most of them from Kerala. റോമൻ കത്തോലിക്ക സഭയിൽ നോക്കിയാൽ അവിടെ കന്യാസ്ത്രീകളും പെന്തക്കോസ്ത് വിഭാഗങ്ങളും അനേക വ്യക്തികൾ ത്യാഗികളായി മുൻപോട്ട് വന്നു. But now 7 people in whole Kerala state, 7 names have been given for the ministry. എന്നാൽ ഇന്ന് ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് വരുവാൻ ഈ മുഴുവൻ കേരളത്തിൽ നിന്നും 7 പേർ മാത്രമേ ഉള്ളൂ. 12 centers. 12 സെന്ററുകളിൽ നിന്നും But some 7 people are coming. എന്നാൽ വെറും 7 പേർ മാത്രമാണ് ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് വന്നിരിക്കുന്നത്. What has happened? എന്താണ് സംഭവിച്ചത്? Where has that sacrificial mind gone? ത്യാഗ മനോഭാവം എവിടെ പോയി? Material prosperity has blinded us, is it? ഭൗമികമായ സമൃദ്ധി നമ്മളെ അന്ധമാക്കിയിരിക്കുകയാണ്. Again I'm saying, I'm not criticizing, I'm saying this with a burden because we need to wake up, otherwise you're going to be trapped. വീണ്ടും ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെക്കുറിച്ചുള്ള ആത്മഭാരത്തോടുകൂടെ ഞാൻ പറയുകയാണ്, നമ്മൾ കണിയിലകപ്പെടും. Read Matthew chapter 24 and verse 39. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 24:39. 24-39 വാക്യം വായിക്കും. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും.
And knew not until the flood came and took them all away, so shall also the coming of the Son of Man be. You know what is written here? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? Noah was building an ark. നോഹ ഒരു പെട്ടകം പണിയുകയായിരുന്നു. Those days there was no rain. ആ നാളുകളിൽ മഴയുണ്ടായിരുന്നില്ല. Only dew used to wet the ground, and that's how the plants would grow. മഞ്ഞ് ഭൂമിയെ നനച്ചിരുന്നു, അങ്ങനെ സസ്യങ്ങൾ വളർന്നു. So the public came and asked Noah, what are you doing? അതുകൊണ്ട് പൊതുജനവും ചോദിച്ചു, എന്താണ് നോഹ പറയുന്നത്? Noah, what are you doing? They asked Noah. നോഹ, നീ എന്താണ് ചെയ്യുന്നതെന്ന് നോഹയോട് ചോദിച്ചു. I'm building a boat. ഞാൻ ഒരു പെട്ടകം പണിയുകയാണ്. Why? എന്തിന്? Flood is coming, rain is coming. ജലപ്രളയം വരുവാൻ പോവുകയാണ്, മഴ പെയ്യുവാൻ പോവുകയാണ്. What, you're gone mad or what? നോഹ, നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? Rain, what is rain? മഴ അതെന്താകുന്നു? Not only rain, the fountains of the deep are going to be opened and big flood is going to cover the earth. അതെ, മഴ മാത്രമല്ല, ആഴിയുടെ ഉറവുകളെല്ലാം തുറക്കുവാൻ പോവുകയാണ്, ഭൂമിയെ വെള്ളം മൂടുവാൻ പോവുകയാണ്. We won't believe all this. Chumma, you're a dreamer, you're a crazy fellow. ഞങ്ങളൊന്നും ഇതൊന്നും വിശ്വസിക്കുകയില്ല, നീ സ്വപ്നം കണ്ട് നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. One day the rain came. ഒരു ദിവസം മഴ പെയ്തു. The flood fountains opened from the deep. ആ ജലപ്രളയത്തിന്റെ ഉറവുകൾ ഭൂമിയിൽ നിന്ന് പൊട്ടി പുറപ്പെടുവാനിടയായി തീർന്നു. Still they didn't believe. എന്നിട്ടും അവർക്കത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. No, nothing is going to happen. ഇതും കൊണ്ടൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. The floods rose up. അങ്ങനെ ക്രമേണ ജലപ്രളയം ഉയരുവാൻ തുടങ്ങി. Still they didn't believe. എന്നിട്ടും അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. And then floods covered them. The floods covered them. അങ്ങനെ ആ ജലപ്രളയം അവരെ മൂടി, അവരെ മുക്കി താഴ്ത്തി, and took them all away. അങ്ങനെ അവരെ ഒഴുക്കി കൊണ്ടുപോകാനിടയായി തീർന്നു. That verse says that till the flood came and took them all away, they knew not. അതേ, ജലപ്രളയം വന്ന് അവരെ എല്ലാരെയും നീക്കിക്കളയോളം അവർ അത് വിശ്വസിച്ചില്ല, അറിഞ്ഞിരുന്നില്ല. When they were being swept away and it was too late, then only they realized, oh, what Noah said is right. അതെ, അവരെ ജലപ്രളയം നീക്കിക്കളയോളം നോഹ പറഞ്ഞത് സത്യമെന്ന് അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. So what I'm saying to you might be just another sermon. We've been hearing all that with charts and so last days, Jesus coming soon, this is happening, that is happening. Nothing is happening. I'm going to be jolly. അതെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളിരിക്കുന്ന പ്രസംഗങ്ങൾ പോലെ ചാർട്ടൊക്കെ ഇട്ട് പറയുന്ന പോലെ യേശു വരുന്നു, പലതും ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. Remember the key verse again. വീണ്ടും നമുക്ക് നമ്മുടെ കുറിവാക്യം വീണ്ടും വായിക്കാം. If you're looking for great things in this world, you're going to be deceived because God is going to bring evil upon this earth. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും കഷ്ടങ്ങളും നേരിടേണ്ടതായി വരും. All of us have birthdays. നമുക്കെല്ലാവർക്കും ജന്മദിനങ്ങളുണ്ടല്ലോ. What I tell young people often wherever I go, ഞാൻ എപ്പോഴും യൗവനക്കാരോട് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെയും പറയാറുള്ളത്, when it's your birthday, what will you come to the servant of God and say? നിങ്ങളുടെ ജന്മദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന ശുശ്രൂഷകരോട് എന്താണ് പറയുന്നത്? Brother, pastor, God has added one more year to my life. Please pray for me. പാസ്റ്ററെ, കർത്താവ് എനിക്ക് ഒരു വർഷം കൂടെ നൽകിയിരിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. So I'm telling you, don't do that. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല. See, change it now. ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റണം. Look here. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, അങ്ങിങ്ങായി ആരും നോക്കരുത്. Birthday means you're counting from the day of your birth. ജന്മദിനം എന്നാൽ നിങ്ങളുടെ ജനനം എന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടുകയാണ്. I'm 17 years old, means from day one, from my birthday, I'm now 17 years I've lived in this world. 17 വയസ്സ് എനിക്കായെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ എനിക്ക് 17 വർഷം തികഞ്ഞിരിക്കുന്നു എന്നാണ്. But now you know what you should do hereafter. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾക്കറിയാമോ? Look from the finish line. ഈ ഫിനിഷ് ലൈനിൽ നിങ്ങൾ, ഫിനിഷ് പോയിന്റിൽ നിങ്ങൾ പിൻപോട്ട് നോക്കണം. The day of your death or second coming of Jesus, from that point you calculate. നിങ്ങളുടെ മരണ ദിവസത്തിൽ നിന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ നിന്നോ നിങ്ങൾ കണക്ക് കൂട്ടണം. So when your birthday, what is happening? നിങ്ങളുടെ ജന്മദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 1 year is reducing. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം കുറയുകയാണ്. So you can say afterwards, hereafter, when you go to pray on your birthday, Pastor, I have 1 year less in my life, please pray for me. അതെ, നിങ്ങളുടെ ജന്മനാളുകളിൽ, ബർത്ത്ഡേകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ പറയണം, പാസ്റ്ററെ, എന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ കുറഞ്ഞിരിക്കുകയാണ്, എനിക്കായി പ്രാർത്ഥിക്കണം. Because our end point has come so near. അതെ, ഞാൻ എന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. You know something? Most of you sitting here are not going to cross the age of 40. Youngsters, I'm speaking about the youngsters. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ പലരും 40 വയസ്സിനപ്പുറം പോകുവാൻ സാധ്യതയില്ല. Even if you're left behind at the coming of the Lord,
For you to live long is a very difficult thing. നിങ്ങൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാലും 40 വർഷത്തിനപ്പുറം വയസ്സിനപ്പുറം ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതായി തീരുകയാണ്. There are verses in this Bible to quote where in the tribulation period more than 400 crores of people are going to die. അതെ, ദൈവവചനത്തിൽ അത് എടുത്തു പറയുവാൻ തക്കവണ്ണമുള്ള വചനം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. പീഡാകാലത്തിൽ 400 കോടിയോളം മനുഷ്യർ മരിക്കുവാൻ പോവുകയാണ്. And especially in India, crores are going to die. പ്രത്യേകിച്ച് ഇന്ത്യയിലും കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുവാൻ പോവുകയാണ്. So if you're going to seek for great things in this world, you're a fool. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ ലോകത്തിലെ വലിയ കാര്യങ്ങൾ നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. Your classmates, your friends, your unsaved relatives, they don't know sermons like this, and even if they listen to, they will call us fools. നിങ്ങളുടെ സഹപാഠികൾ, രക്ഷയിലേക്ക് വന്നിട്ടില്ലാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഈ തരത്തിലുള്ള വചനം അറിയാത്തതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല. Even if they listen to us, they will say we are fools. നമ്മെ അവർ ശ്രദ്ധിച്ചാലും നമ്മൾ പറയുന്നവർ കേട്ടാലും അവർ നമ്മെ വിഡ്ഢികൾ എന്നേ വിളിക്കുകയുള്ളൂ. But you know. എന്നാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം അറിയാം. So in the short time that is left, നമ്മുടെ മുൻപിൽ ലഭിച്ചിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്തിൽ what are you going to do? നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? How are you going to spend your days? നിങ്ങളുടെ നാളുകളെ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുവാൻ പോകുന്നു? What are the unnecessary things that you're going to stop doing? നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നിർത്തുവാൻ പോകുന്നു? See, one of the FAQs that Christians ask, what is wrong with having an account in Facebook? എപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എന്താണ് തെറ്റ്? Or in any other, not just Facebook, and any other social networking website. ഫേസ്ബുക്കിൽ മാത്രമല്ല സാമൂഹ്യ ശൃംഖലകളായ മറ്റ് നെറ്റ്വർക്കുകളിൽ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എന്താണ് തെറ്റെന്ന് നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. But if you look at the time that we have left, it's so foolish to ask that question. നമ്മുടെ മുൻപിൽ ഉള്ള ഈ ചുരുങ്ങിയ സമയത്തെ നമ്മൾ കണക്കാക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ നമ്മൾ വിഡ്ഢികളാകുന്നു. That's what I'm trying to say. Mentally we know Jesus is coming soon, but the way we live, it's like we have lots of time. അതെ, മനസ്സിൽ യേശു വരുന്നു എന്നുള്ള ആ അറിവ് നമ്മൾക്കുണ്ട്, എന്നാൽ നമ്മൾ ജീവിതം നയിക്കുന്ന വിധമോ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. So don't let the lusts of this world swerve your mind away from the fact that Jesus is coming soon. അതുകൊണ്ട് ലോകമോഹങ്ങൾക്ക് യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. So now the Holy Spirit wants to wake you up. പരിശുദ്ധാത്മാവൻ നിങ്ങളെ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. He wants you to get ready. Only few more days, just enough time to get ready and fly away. That's all. ചില ദിവസങ്ങൾ, ചില നിമിഷങ്ങൾ കൂടെ മാത്രം അതിനു മുൻപ് ഉണർന്ന് കർത്താവിന്റെ വരവിനായി നിങ്ങൾ ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. Let's close our eyes. ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Only a few minutes before us. ഇനിയും അല്പ ചില നിമിഷങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. We are going to wait for an anointing. അല്പസമയം ഒരു പുതിയ അഭിഷേകത്തിനെ നമ്മൾ കാത്തിരിക്കുവാൻ പോവുകയാണ്. With our own strength we can't live this life. നമ്മുടെ സ്വന്തം ശക്തിയാൽ ഈ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുകയില്ല. Only with the power of the Holy Spirit we can live this life. ദൈവാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിതം നയിപ്പാൻ കഴിയുകയുള്ളൂ. Only the Holy Spirit can keep waking us up. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ ഉണർത്തിയ ഉണർവിന്റെ അനുഭവത്തിൽ സൂക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. Every now and then you'll get some dreams about Jesus' second coming. ഓരോ സമയങ്ങളിലും യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. When you read the Bible, the Lord will speak to you what to do, what not to do. തിരുവചനങ്ങൾ വായിക്കുമ്പോഴും എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ എന്നുള്ള അറിവും ദൈവം നിങ്ങൾക്ക് നൽകുവാനിടയായി. Young brother, young sister, who is leading you? പ്രിയ യൗവനക്കാരനായ സഹോദര, സഹോദരി, ആരാണ് നിന്റെ ഉള്ളിൽ ജീവിക്കുന്നത്? Who is leading you? Who's leading you? നിന്നെ വിട്ടുപോകുന്നത് ആരാകുന്നു? നിന്നെ നയിക്കുന്നത് ആരാകുന്നു? Who is leading you? നിന്നെ നയിക്കുന്നത് ആരാകുന്നു? Are you being led by the Holy Spirit? പരിശുദ്ധാത്മാവാണോ നിന്നെ നയിക്കുന്നത്? Or is the devil leading you through friends and advertisements and internet and your own lust? അതോ സുഹൃത്തുക്കളിൽ കൂടെ, പരസ്യങ്ങളിൽ കൂടെ, ഇന്റർനെറ്റിൽ കൂടെ പിശാചാണോ നിന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? Close your eyes. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. Some changes must come in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില രൂപാന്തരങ്ങൾ നടക്കേണ്ടതാകും. You have to make some consecrations today. ഈ പകൽക്കാലം നിങ്ങൾ ചില തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ ദൈവത്തിൽ എടുക്കണം. There are some things in your life when there's so little time left, there are some things that are making you waste your time. അല്പസമയം മാത്രം മുൻപിൽ അവശേഷിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ സമയങ്ങളെ നഷ്ടമാക്കുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുകയാണ്. You have to put away those things. ആ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അകറ്റണം. No time to compromise. If you compromise and say little more time, you will be the fool. അതെ, ആത്മീയ ജീവിതത്തിന് ഇനി ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് സമയമില്ല. അങ്ങനെ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിതരായി, മടയരായി തീരും. What are you going to stop doing hereafter? ഇന്നു മുതൽ നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? What are the good things, spiritual things that you're going to start doing hereafter? ആത്മീകമായ നല്ല കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് ഏതൊക്കെയാണ്?
make decisions quickly. പെട്ടെന്ന് ദൈവസ്ഥനിൽ തീരുമാനങ്ങൾ Are you എടുക്കാട്ടെ. getting up early in the morning to praise God? അതിരാവിലെ ദൈവത്തെ സ്തുതിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കാറുണ്ടോ? How is your personal time with Jesus? നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ എപ്രകാരമാണ് യേശുവിനോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുന്നത്? Close your eyes. കണ്ണുകളെ എല്ലാവരും അടച്ചാട്ടെ. Those who can say every day at least 15 minutes I will pray alone. I pray alone with Jesus. Every day I am praying alone with Jesus. Put up your hand. എല്ലാ ദിവസവും 15 നിമിഷമെങ്കിലും 15 മിനിറ്റെങ്കിലും എനിക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. Not family prayer. കുടുംബ പ്രാർത്ഥനയല്ല. Your personal time with Jesus, alone with Jesus. At least 15 minutes I'm praying every day. നിങ്ങളുടെ സ്വകാര്യ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ 15 മിനിറ്റെങ്കിലും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു പറയുവാൻ കഴിയുന്നവർ മാത്രം കൈകളെ ഉയർത്തിയാൽ. See, very few hands. അത് നിങ്ങളുടെ മധ്യത്തിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. Dear brother, dear sister, the devil is doing great damage in your soul. അതേ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് വലിയ നാശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. You're laughing and joking and going to hell. നിങ്ങൾ ചിരിച്ച് സന്തോഷിച്ച് തമാശ പറഞ്ഞ് നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. You're laughing and joking and getting ready to be left behind when Jesus comes. നിങ്ങൾ ചിരിച്ച് ഉല്ലസിച്ച് തമാശ പറഞ്ഞ് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കപ്പെടുകയാണ്. Wake up, Jesus. ഉണരുക, യേശു വേഗത്തിൽ വരുന്നു. There is no more time left. ഇനി നമ്മുടെ മുൻപിൽ അധിക സമയം അവശേഷിക്കുന്നില്ല. Renew your consecrations. നിങ്ങളുടെ പ്രതിഷ്ഠകളെ പുതുപ്പിക്കുക. Put away those sins. ആ പാപത്തെ എല്ലാം വിട്ടുകളയുക. Renew your personal time with Jesus. നിങ്ങളുടെ സ്വകാര്യ ജീവിതം സമയത്തെ യേശുവിനോടൊപ്പം ചെലവഴിക്കുവാൻ നിങ്ങൾ പുതുപ്പിക്കുക. Can you be on your knees for some time? ഇപ്പോൾ അല്പസമയം മുഴങ്കാലിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? 2-3 minutes just pray to Jesus. 2-3 മിനിറ്റുകൾ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, Lord, change my life. കർത്താവേ, എന്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണം. I don't want to become a fool. ഒരു വിഡ്ഢിയായി തീരുവാൻ ഞാൻ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നില്ല. You have given me the Bible. നീ എനിക്ക് തിരുവചനത്തെ നൽകിയിരിക്കുന്നു. You have given me the counsel of the servants of God. വിശുദ്ധന്മാരുടെ ആലോചന നീ എനിക്ക് നൽകിയിരിക്കുന്നു. You have given me a conscience. നീ എനിക്കൊരു നല്ല മനസ്സാക്ഷിയെ You നൽകിയിരിക്കുന്നു. have given me revelations. നീ എനിക്ക് വെളിപ്പാടുകളെ You നൽകിയിരിക്കുന്നു. have given me youth meetings. നീ എനിക്ക് ഇപ്രകാരമുള്ള യൂത്ത് മീറ്റിംഗുകൾ നൽകിയിരിക്കുന്നു. After all this, I don't want to become a fool, oh God. ഇതിനെല്ലാം ശേഷം ഞാനൊരു വിഡ്ഢിയായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. Close your eyes and open your mouth and start praying. കണ്ണുകളെ അടച്ച് വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. From the depth of your heart, cry out to Jesus to save ഹൃദയത്തിന്റെ you. ആഴങ്ങളിൽ നിന്നും യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Lift up your voice. Do not be shy. നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കരുത്. Some young boys and girls have started praying. ചില ആൺകുട്ടികളും പെൺകുട്ടികളും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. Let every young boy and girl start praying. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Pray about your personal prayer life. നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Pray about deliverance from those bad habits. ആ പാപകരമായ സ്വഭാവങ്ങളിൽ നിന്ന് വിടുതലിനായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Pray about praying in the night. രാത്രി സമയങ്ങൾക്കുള്ള പ്രാർത്ഥന അനുഭവത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Pray about sacrificing your life to serve God. നിങ്ങളുടെ ജീവിതത്തെ ദൈവ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Some of you are called for the full-time ministry. നിങ്ങളിൽ പലരും മുഴുസമയ ശുശ്രൂഷയ്ക്കായി But വിളിക്കപ്പെട്ടിരിക്കുകയാണ്. the devil is deceiving you. എന്നാലോ പിശാച് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. Today, if you pray sincerely, the Holy Spirit will open your eyes. എന്നാൽ ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കും, കണ്ണുകളെ തുറക്കും. 1 minute, lift up your voice and pray. ഒരു നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. As you pray, the Holy Spirit is going to come down. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുവാൻ പോവുകയാണ്. The Lord is going to open the eyes of your mind to see what is happening around you. നിങ്ങളുടെ മനക്കണ്ണുകളെ തുറന്നു ചുറ്റും എന്താണ് സംഭവിക്കുന്നത് ഗ്രഹിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയാണ്. Open your mouth and pray. വാ തുറന്ന് From പ്രാർത്ഥിച്ചാട്ടെ. the depth of your heart, you pray. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. Ask God to take you when He comes. കർത്താവേ, നീ വരുമ്പോൾ നീ എന്നെയും എടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Lord have mercy, Lord have mercy, Lord. Lord, we pray for all these young boys and girls, oh Lord. Lord, we pray that your Spirit might come upon them, oh Lord. None of them should be left behind. None of them should become fools at the end of their days, oh God. Lord, they all should be caught up when you come, oh Lord. Open their eyes to know the times and the seasons, oh Lord. Thank you, Lord. Stotram, praise you, Lord. We praise you. How many of you want a mighty anointing? നിങ്ങൾ എത്ര പേർക്ക് ഒരു അതിശക്തമായ അഭിഷേകം I'm ആവശ്യമായിരിക്കുന്നു? not satisfied with my anointing. എന്റെ അഭിഷേകത്താൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. I want a mighty anointing, എനിക്ക് Lord. ശക്തമായ ഒരു അഭിഷേകം ആവശ്യമാണ്. An anointing that controls my mind. എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അഭിഷേകം. An anointing that controls my emotions. എന്റെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന അഭിഷേകം. An anointing that keeps me in holiness. എന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഒരു അഭിഷേകം. Those who want such a mighty anointing, put up your hands. അത്തരത്തിലുള്ള ഒരു അഭിഷേകം, അതിശക്തമായ അഭിഷേകം ആവശ്യമുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തിയാട്ടെ. Put up your hands. എല്ലാവരും കരങ്ങളെ ഉയർത്തി പിടിച്ചാട്ടെ.
We are going to make a short prayer for those who have lifted up their hands. ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറു പ്രാർത്ഥന ഞങ്ങൾ കഴിക്കുവാൻ പോവുകയാണ്. After this prayer is over, ഈ പ്രാർത്ഥന അവസാനിച്ചതിന് ശേഷം, after you say Amen, നിങ്ങൾ ആമേൻ പറഞ്ഞതിന് ശേഷം put down your hands, നിങ്ങളുടെ കരങ്ങളെ താഴ്ത്തിയിട്ട് ഇടണം. and then you will get a mighty anointing. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അതിശക്തമായ ഒരു അഭിഷേകം ലഭിക്കാനിടയായി. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങനെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട യൂത്ത് മീറ്റിംഗ് നൽകിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ ആലോചന കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയവരായി മാറണമെന്നുള്ള ചിന്തയൊക്കെ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഞങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ പാവങ്ങൾ ഏറ്റുപറയുകയാണ് കർത്താവെ. ഇനിമേലാൽ യേശുവിനായി ജീവിപ്പാൻ ഞങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നു കർത്താവെ. ത്യാഗത്തിന്റെ ആ ചിന്ത ഞങ്ങൾ നൽകണമേ. അന്ത്യകാലത്ത് സകല ജഡത്തിനും ഇതേ ആത്മാവിനെ പകരും. പുത്രിമാർ പ്രവചിക്കും, യവനക്കാർ ദർശനങ്ങളെ ദർശിക്കുമെന്ന കർത്താവ് വാക്തത്വം നിവർത്തിക്കണമേ കർത്താവ്. ഇപ്പോൾ തന്നെ കർത്താവ് സ്വർഗം തുറന്ന് സിയോന്ന അഗ്നി അഭിഷേകം അയച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Close your eyes. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. An anointing is coming down. ഒരു അഭിഷേകം ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങുകയാണ്. It's going to fill you. നിങ്ങളെ ഓരോരുത്തരെയും അത് നിറയ്ക്കുവാൻ പോവുകയാണ്. It's going to fill you. നിങ്ങളെ ഓരോരുത്തരെയും അത് നിറയ്ക്കുവാൻ പോവുകയാണ്. It's going to fill you. നിങ്ങളെ ഓരോരുത്തരെയും അത് നിറയ്ക്കുവാൻ പോവുകയാണ്. It's going to fill you till you hate sin. നിങ്ങൾ പാപത്തെ വെറുക്കുമാറാതെ നിങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ്. It's going to fill you till you go when Jesus comes. യേശുവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നതുവരെയും നിങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ്. You have enemies. നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. Not one or two. ഒന്നോ രണ്ടോ അല്ല. A flood of enemies wanting you to go to hell. അതെ, ജലപ്രളയം പോലെ ശത്രുക്കൾ നിനക്ക് പാഞ്ഞടുക്കുകയാണ്. They want to deceive you and throw you to hell. അവക്കെല്ലാം നിന്നെ വഞ്ചിച്ച് നിന്നെ നിത്യനരകത്തിലേക്ക് എറിയുവാൻ They ആഗ്രഹിക്കുകയാണ്. want to throw you to hell and laugh at you throughout eternity. അതെ, നിന്നെ നരകത്തിൽ എറിഞ്ഞു കളഞ്ഞു മുഴുവൻ നിത്യതയും നിന്നെ നോക്കി ചിരിക്കുവാൻ അവയെ ആഗ്രഹിക്കുകയാണ്. But when this anointing comes, എന്നാൽ ഈ അഭിഷേകം നിന്റെ മേൽ വരുമ്പോഴോ, with this one Holy Spirit you can face that flood of enemies. എന്നാൽ ഈ ഒരു അഭിഷേകത്താൽ ആ മുഴു ശത്രുവിനെ നിനക്ക് നേരിടുവാൻ കഴിയും. He will come like a flood. You as one person you will chase those enemies. അതേ, വെള്ളം പോലെ ശത്രുക്കൾ പാഞ്ഞടുക്കുമ്പോഴും ഒരു വ്യക്തിയായി നിനക്ക് അവയെ നേരിടുവാൻ കഴിയും. You went far away from Jesus. നീ യേശുവിൽ നിന്ന് വിദൂരതയിലേക്ക് പോയി. You were enjoying the pleasures of this world. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളെ നീ അനുഭവിച്ചുകൊണ്ടിരുന്നു. The devil was calling you far away, far away. പിശാച് നിന്നെ യേശുവിൽ നിന്ന് ദൂരെ അകറ്റിക്കൊണ്ടേയിരുന്നു. But today a fountain is opening inside you. എന്നാൽ നിന്നിൽ ഇന്ന് ഒരു ഉറവ
തുറക്കുകയാണ്. A fountain of holiness. ഒരു വിശുദ്ധിയുടെ ഉറവ It's opening out inside you. അത് നിന്റെ ഉള്ളിൽ തുറങ്ങുകയാണ്. A fountain of holiness. ഒരു വിശുദ്ധിയുടെ ഉറവ. And in that fountain, many gifts are going to operate within you. ആ ഉറവയിൽ പല വരങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രകാശിക്കുവാൻ പോവുകയാണ്, പ്രവർത്തിക്കുവാൻ പോവുകയാണ്. God is going to change your life. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം This ആഗ്രഹിക്കുകയാണ്. anointing is going to bring you back to Jesus. ആ ഈ അഭിഷേകം നിന്നെ യേശുവിലേക്ക് മടക്കി വരുത്തുവാൻ പോവുകയാണ്. അന്തിമ ദുർഘട സമയമിതേ അധർമ്മമൂർത്തി വരും മുൻപ്. അന്തിമ ദുർഘട സമയമിത് അധർമ്മമൂർത്തി വരും മുൻപ്. അനീതമാം ദൈവരാജ്യത്തിനാൽ ആത്മബലത്തോടുടരാടുന്നതാ. അനീതമാം ദൈവരാജ്യത്തിനാൽ ആത്മബലത്തോടുടരാടുന്നതാ. രക്ഷകരേശുവിൻ പ്രിയജനമേ, മുമ്പോട്ട് രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടകുമാർ ഉണർവോട് മുൻപോട്ട് പോകണം. രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടകുമാർ ഉണർവോട് മുൻപോട്ട് പോകുകണം. രക്ഷകരേശുവിൻ പ്രിയജനമേ, ഉണർവോട് മുൻപോട്ട് പോകുകണം. രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷകരേശുവിൻ Thank you, Jesus. If you are still not satisfied with your anointing, ഇപ്പോഴും നിങ്ങളുടെ അഭിഷേകത്തിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ, if you still want a bigger anointing, ഇപ്പോൾ വീണ്ടും ഒരു വലിയ അഭിഷേകം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, if you want the Holy Spirit to control you fully, പൂർണ്ണമായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, please stand up. ഇപ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. Close your eyes and stand up. കണ്ണുകളെ അടച്ചുകൊണ്ട് എഴുന്നേറ്റ് Don't നിൽക്കാം. lose the presence of God. ദൈവ സാന്നിധ്യം ആരും നഷ്ടമാക്കരുത്. Jesus is in our midst. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. And in his hand is the anointing. അവന്റെ കൈവശം ആ അഭിഷേകവും നമുക്ക് കാണാം. Because you stood up, he's going to touch you now. അവൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതിനാൽ ഇപ്പോൾ നിങ്ങളെ തൊടുവാൻ There പോവുകയാണ്. are some bindings around you. നിങ്ങളുടെ ചുറ്റും പല ബന്ധനങ്ങളുണ്ട്. So you are not able to feel the joy of the Lord. ആയതിനാൽ ആ ദൈവിക സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. But where the Spirit of the Lord is, there is liberty. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. The yoke shall be broken because of the anointing. പുഷ്ടിനിമിത്തം അഭിഷേകത്താൽ നുകങ്ങളൊക്കെ തകർക്കപ്പെടും. Now a mighty anointing is going to come upon you. ഇപ്പോൾ ഒരു അതിശക്തമായ അഭിഷേകം നിങ്ങളുടെ മേൽ വരുവാൻ പോവുകയാണ്. Upon some of you already an anointing has come. നിങ്ങളിൽ പലരിലും ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം വന്നിരിക്കുകയാണ്. You believe that God is speaking to you now. യേശു ദൈവം എന്നോട് സംസാരിക്കും നിങ്ങൾ വിശ്വസിച്ചാട്ടെ. Now you believe that God is speaking to you. യേശു ദൈവം എന്നോട് സംസാരിക്കും നിങ്ങൾ വിശ്വസിക്കുക. Like a child you receive these words. ആ ഒരു ശിശുവിനെ പോലെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. A mighty anointing is going to touch you. ഒരു അതിശക്തമായ അഭിഷേകം നിങ്ങളെ സ്പർശിക്കുവാൻ പോവുകയാണ്. You may be standing at the back. ഒരുപക്ഷെ നിങ്ങൾ പിൻവശത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. The Holy Spirit is going to touch you. അവിടെയും നിങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ പോവുകയാണ്. He can see you. അവന് നിന്നെ കാണുവാൻ കഴിയും. He can see your emptiness. നിന്റെ ശൂന്യത അവൻ ഗ്രഹിക്കുന്നു, അവൻ കാണുന്നു. He's going to fill your heart. നിന്റെ ഹൃദയത്തെ അവൻ നിറയ്ക്കുവാൻ So പോവുകയാണ്. with faith you just keep on praising God. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ.
As you praise God, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ open your mouth and say, praise the Lord, praise the വാ Lord. തുറന്ന് സ്തോത്രം സ്തോത്രം എന്ന് പറയുക. Mighty anointing is going to come down ഒരു now. അതിശക്തമായ അഭിഷേകം നിങ്ങളുടെ മേൽ വരുവാൻ പോവുകയാണ്. It has filled the brother next to you, it's going to fill you also. നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന സഹോദരനെ നിറച്ച ആത്മാവ് നിങ്ങളിൽ നിറയപ്പെടുവാൻ പോവുകയാണ്. And from you it is going to go to the person next to you. നിങ്ങളിൽ നിന്ന് അത് അടുത്ത വ്യക്തിയിലേക്ക് പോകുവാൻ പോവുകയാണ്. Orya mausha mankatu dankala. Give your eyes to Jesus. നിങ്ങളുടെ കണ്ണുകളെ യേശുവിനായി നിങ്ങൾ സമർപ്പിക്കുക. Give your mind to Jesus. നിങ്ങളുടെ മനസ്സിനെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. Give your hands to Jesus. നിങ്ങളുടെ കരങ്ങളെ യേശുവിന്റെ പക്കൽ ഏൽപ്പിക്കുക. Give your feet to Jesus. നിങ്ങളുടെ ഹിതങ്ങളെ ഇഷ്ടങ്ങളെ Feet. നിങ്ങളുടെ പാദങ്ങളെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. Give your tongue to Jesus. നിങ്ങളുടെ നാവുകളെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. Give your hair to Jesus. നിങ്ങളുടെ മുടികളെയും യേശുവിനായി ഏൽപ്പിക്കുക. Sacrifice everything to Jesus. നിങ്ങളെ പൂർണ്ണമായി യേശുവിനായി യാഗമായി അർപ്പിക്കുക. Become a living sacrifice inside ഒരു this ജീവനുള്ള heart. യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. All that you possess, give it to Jesus. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ യേശുവിനായി സമർപ്പിക്കുക. Lord, if you don't want it, I don't want it. യേശുവേ, നിനക്ക് ആവശ്യമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല. I want you, Jesus. എനിക്ക് നിന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. Those who say amen to this, ഇതിന് ആമേൻ പറയുന്നവരെല്ലാം put up both your hands. നിങ്ങളുടെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കുക. You have become a living sacrifice in this നിങ്ങൾ place. ജീവനുള്ള ഒരു യാഗമായി ഈ സ്ഥലത്ത് മാറ്റപ്പെട്ടിരിക്കുകയാണ്. Where there is sacrifice, the fire of God will come down. എവിടെ യാഗം അനുഷ്ഠിക്കുന്നു അവിടെ ദൈവ അഗ്നി ഇറങ്ങുവാനിടയായി തീരും. Where the fire of God comes down, the yoke is broken. എവിടെ ദൈവാഗ്നി ഇറങ്ങി വരുമോ അവിടെ നുകങ്ങൾ തകർക്കപ്പെടും. Where the yoke is broken, there is liberty. നുകം തകർക്കപ്പെടുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. The anointing is coming down. അതേ, ഒരു അഭിഷേകം നമ്മുടെ മേൽ Like a പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. child, by faith you receive the anointing. ഒരു ശിശുവിനെ പോലെ വിശ്വാസത്തോടെ അഭിഷേകത്തെ നിങ്ങൾ പ്രാപിക്കുക. You lifted up both your hands, isn't it? നിങ്ങളുടെ ഇരുകരങ്ങളും നിങ്ങൾ ഉയർത്തിയിരിക്കുന്നുവല്ലോ. You are a living sacrifice, isn't it? നിങ്ങളൊരു ജീവനുള്ള യാഗമാകുന്നുവല്ലോ. From heaven the fire is coming down. സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി നിങ്ങളുടെ മേൽ വരികയാണ്. If you believe, you will see it now. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കാണുവാൻ You കഴിയും. will see it not next to you, you will see it inside you now. നിങ്ങളുടെ സമീപമല്ല, നിങ്ങളുടെ ഉള്ളിൽ അത് നടക്കുന്നതായി നിങ്ങൾക്ക് കാണാം. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമർപ്പണം ചെയ്യുന്നു ഞാൻ. 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 തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, ഓ സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ
തീ കത്തിക്കാം സ്വർഗീയ രാജാവ് തീ കത്തിക്കാം തീ കത്തിക്കാം There is some youngster who is standing here still with a guilty conscience. നമ്മുടെ മധ്യത്തിൽ ചില യൗവനക്കാർ ഇന്നും കുറ്റമുള്ള One youngster. ഒരു യൗവനക്കാരൻ ഇപ്പോഴും തന്റെ മനസ്സാക്ഷിയിൽ കുറ്റബോധത്തോടുകൂടെ ദൈവസ്ഥനിലായിരിക്കുകയാണ്. The Holy Spirit is saying, somebody is standing here with a guilty conscience. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, കുറ്റമുള്ള മനസ്സാക്ഷിയോട് ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുവെന്ന്. You are saying, my life is over. എന്റെ ജീവിതമെല്ലാം നഷ്ടമായിരിക്കുന്നു. I am defiled. ഞാൻ കളങ്കപ്പെട്ടു. But Jesus is talking to you. എന്നാൽ യേശു നിന്നോട് സംസാരിക്കുകയാണ്. My child, you do not know my mercy. എന്റെ പൈതലേ, എന്റെ കരുണ നീ ഗ്രഹിച്ചിട്ടില്ല. You do not know my love. എന്റെ സ്നേഹം നീ ഗ്രഹിക്കുന്നില്ല. I want to tell you that I still love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. You give yourself to me. നിന്നെ തന്നെ നീ പൂർണ്ണമായി എനിക്കായി സമർപ്പിക്കുക. Give everything to me. നിനക്കുള്ളതെല്ലാം നീ എനിക്കായി സമർപ്പിക്കുക. I will make you beautiful once again, says the Lord. നിന്നെ വീണ്ടും മനോഹരമാക്കി തീർക്കുമെന്ന് യേശു പറയുകയാണ്. We are going to sing this chorus again for the last time. വീണ്ടും അവസാനമായി കോറസ് നമ്മൾ പാടുവാൻ പോവുകയാണ്. Now a mighty anointing is going to come upon the youngster. അതിശക്തമായ അഭിഷേകം യൗവനക്കാരുടെ മേൽ വരുവാൻ പോവുകയാണ്. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. 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 തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ തീ കത്തിക്കാൻ എന്നെ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവ് തീ കത്തിക്കാൻ. സകലത്തെ യാഗമായി അർപ്പിക്കുന്നു യാഗമായി അർപ്പിക്കുന്നു യാഗമായി അർപ്പിക്കുന്നു യാഗമായി അർപ്പിക്കുന്നു. Before we leave this place, ഈ സ്ഥലം വിട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് make a decision. ഒരു തീരുമാനമെടുക്കാം. Every day, എല്ലാ ദിവസവും I am going to pray minimum 15 minutes. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. Alone I am going to pray. സ്വകാര്യമായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Every day. എല്ലാ ദിവസവും. Those who are praying already, increase the time. ഇതുവരെയും പ്രാർത്ഥിക്കുന്ന അനുഭവമുള്ളവർ ആ സമയം വർദ്ധിപ്പിക്കണം. And after praying 15 minutes for 1 month, increase the time. ഒരു മാസം 15 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം സമയം വീണ്ടും നിങ്ങൾ കൂട്ടണം. No more time, youngsters. Jesus is coming soon. യൗവനക്കാരെ, അധിക സമയമില്ല, യേശു വേഗത്തിൽ വരുന്നു. We all have to fly away. നമുക്കെല്ലാവർക്കും പറന്നുയരണം. Those who are making this determination, put up your hands. ഈ തീരുമാനമെടുത്തവരെല്ലാവരും കരങ്ങളെ ഉയർത്തിയാട്ടെ. God should give us the grace to keep this determination. ഈ തീരുമാനത്തെ സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുകട്ടെ. No devil should come in the way. ഈ തീരുമാനത്തിന്റെ മധ്യത്തിൽ ഒരു പിശാചും വരുവാൻ പാടില്ല. Even if it's exam days, these 15 minutes I must pray. പരീക്ഷാ ദിവസങ്ങളിൽ ഞാൻ ഈ 15 നിമിഷം പ്രാർത്ഥിക്കും. Even on church days, these 15 minutes I will pray. ആ ആരാധനയുള്ള ദിവസങ്ങളിൽ ഞാൻ 15 മിനിറ്റ് പ്രാർത്ഥിക്കും. With that determination, put up your hands ആ and praise God. തീരുമാനത്തോടുകൂടെ കരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. Stotra, 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 stotra. All that you know is wrong, put away from your life. തെറ്റെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിക്കുന്നതിനെല്ലാം അകറ്റിക്കളയുക. Don't compromise. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തുനിയരുത്. Don't say only this much hereafter. ഇനിയും അല്പ കാര്യങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനിക്കരുത്. Throw it away, throw it away. എല്ലാം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് നീക്കുക. Go when Jesus comes.
യേശു വരുന്ന സമയത്ത് നമ്മൾ For പോകുവാനിടയാകും. grace, let us pray, praise God. ആ കൃപയ്ക്കായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotra, 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 stotra. സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവ് ഞങ്ങൾ നൽകിയ എല്ലാ അനുഗ്രഹത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് തേജോപ്പച്ചന കർത്താവ് അവിടെ മദ്രാസ് കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ യവനക്കാരായി ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ ആലോചന കർത്താവ് പറഞ്ഞു തരുവാണ്. കർത്താവ് നടത്താനായിട്ട് കർത്താവ് വിശേഷമായ കൃപ നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നോയുടെ കാലഘട്ടം പോലെ ഇന്ന് ലോകം കർത്താവിന്റെ വരവിനെ കുറിച്ച് സംശയിച്ച് അവിശ്വാസത്തോടുകൂടി അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഞങ്ങൾ അതിനായിട്ട് ഒരുങ്ങാനായിട്ട് കർത്താവ് ഞങ്ങൾ നൽകിയതായ ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് പകർക്കാലം കർത്താവ് നൽകിയതായ അഗ്നി അഭിഷേകത്തിനായി സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കർത്താവ് അവിടുന്ന് കർത്താവ് സന്ദർശിച്ചതിനായി സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. പ്രാപിച്ചതായ ഈ അഗ്നി അഭിഷേകം തുടർന്ന് കത്തിക്കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അവർ പഠിക്കുന്നതായ സ്ഥാനത്ത് എവിടെ പോയാലും കർത്താവ് ഈ ആലോചന കർത്താവെ തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ചുകൊണ്ടിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകലവും ജയിച്ച് ജയാളികളായി കർത്താവെ തീരുവാൻ കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നുണ്ടല്ലോ. അവിടെ വരവനായിട്ട് കർത്താവ് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ സഹായിക്കണമേ. പ്രിയ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങൾ പൊറുപ്പെടുത്ത് സഹായിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം കർത്താവ് അർപ്പിക്കുന്നു, സഹായിക്കും. സ്തോത്രം. തുടർന്ന് കർത്താവ് നാം മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കും. ഇപ്പോഴും യേശു വന്നാൽ ഞാൻ എടുക്കപ്പെടുമെന്ന കർത്താവ് തീരുമാനത്തോട് ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവ്. എല്ലാ ദിവസവും പ്രാർത്ഥിപ്പാൻ കർത്താവെ, ഈ സാദർ സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ടുവല്ലോ, അതുപോലെ കർത്താവെ യേശു ക്രിസ്തുവിന്റെ മാർബിൽ ഇരിക്കുന്നതായ ചാരിയിരിക്കുന്ന ഒരു അനുഭവം പ്രിയ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും അധികമായി യേശുവിനെ സ്നേഹിപ്പാൻ, യേശുവിനെ വെറുക്കുന്ന കാര്യങ്ങളെല്ലാം വെറുത്ത് അകറ്റുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സ്ഥാനത്തിൽ കരങ്ങൾ ഉയർത്തി തീരുമാനമെടുത്തതായ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവ് സൂക്ഷിക്കണമേ, രക്തത്തിൽ പൊന്നി സൂക്ഷിക്കണമേ കർത്താവ്. അവരെടുത്തതായ തീരുമാനങ്ങൾ പ്രതിഷ്ഠ അവസാനം വിശ്വസ്തരായിരിക്കാൻ ദൈവത്തിന്റെ കരം കൂടിയിരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിച്ച് സഹായിക്കണമേ എന്ന് അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. May the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with us now and until Jesus returns in glory. ആമേൻ. Hallelujah. ഹല്ലേലൂയ. 45